നമുക്ക് ആദർശിന്റെ നയനയുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് നന്ദു മുറിയിലേക്ക് കയറി പോയി കഴിഞ്ഞപ്പോ കനയ്ക്കും ഗോവിന്ദനും നല്ല വിഷമായി. കാരണം നവീൻ പറഞ്ഞ വാക്കുകളാണ് അവരുടെ മനസ്സിൽ. നന്ദു ഇതുവരെയായിട്ടും സമ്മതമാണെന്നോ സമ്മതമല്ലെന്നോ പറഞ്ഞിട്ടില്ല നവീനുമായിട്ടുള്ള ബന്ധത്തിന്. കനയ്ക്ക് അങ്ങോട്ട് ദേഷ്യം മാറുന്നുണ്ടായിരുന്നില്ല. എന്നാലും അവൾ ഇതെന്ത് ഭാവിച്ചാ ഗോവിന്ദേട്ടാ? നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് വല്ല കൂസലും ഉണ്ടോന്ന് നോക്കിയേ. നവീൻ മോനെ പോലെ നല്ലൊരു ആലോചന വന്നിട്ട് അവൾക്ക് വേണ്ട പോലും അല്ല. ഇനിയിപ്പൊ അവൾ എന്ത് ഭാവിച്ചാ അനിയുടെ പിന്നാലെ പോകാൻ എങ്ങാനും ആണെങ്കിൽ ദേ ഗോവിന്ദേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ ബന്ധം ഞാൻ സമ്മതിക്കില്ല. കനയെ, നീ ഇങ്ങനെ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കില്ല. അവൾ എങ്ങാനും കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയും ചിലപ്പോൾ ഈ വീട് വിട്ട് പോയെന്ന് വരും. അങ്ങനെ അങ്ങോട്ട് പോകുവാണെ പോട്ടെ, അവളെ പേടിച്ചിട്ട് അങ്ങോട്ട് കഴിയാൻ പറ്റുമോ എന്നൊക്കെ കനക പറഞ്ഞു. എന്നാലും കനകയുടെ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നന്ദു മുറിയിലേക്ക് എന്നിട്ട് ആലോചിച്ചു. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു നവീനേട്ടൻ വന്നോണ്ട്. പക്ഷെ എങ്ങാനും വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. നവീനേട്ടന്റെ വാക്കുകളായിരുന്നു നന്ദുവിന്റെ മനസ്സിനറിയും. ദൈവമേ, നവീനേട്ടൻ നല്ല പ്രതീക്ഷയിലാണെന്ന് തോന്നേ. ഇങ്ങനത്തെ ഒരു യാത്ര പോയിട്ട് നവീനേട്ടനെ വിളിക്കാത്തതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. പക്ഷെ എങ്കിൽ എത്ര ദിവസം ഇങ്ങനെ നവീനേട്ടൻ ഒഴിഞ്ഞു മാറി നടക്കാൻ പറ്റും? ഇതുവരെയായിട്ട് താനൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. യെസോ നോ എന്തേലും പറയണം. നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കും. അപ്പൊ താൻ എന്ത് കാരണം പറയും? ഒരു കാര്യത്തിന് പോലും നവീനേട്ടനെ കുറ്റം പറയാനും പറ്റില്ല. നന്ദുവിന്റെ തല പുകയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ നയനയെ കനക വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നന്ദു ഇവിടെ എത്തിയിട്ടോ? എത്തിയോ? അതെ, നവീൻ മോനോടൊപ്പം വന്നേ. രണ്ടുപേരും കൂടെ ഒരുമിച്ചാ വന്നേ. ആണോ? അപ്പൊ അവരെല്ലാരും കൂടെ ഒരുമിച്ചായിരുന്നു തോന്നുന്ന ട്രിപ്പ് പോയതെന്ന് പറഞ്ഞു. അപ്പോഴാണ് നയനിക്ക് ഒരു ആശ്വാസമായത്. അപ്പൊ നവീനും ഉണ്ടായിരുന്നു, എല്ലാരും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഒറ്റയ്ക്കല്ല പോയിരിക്കുന്നത്. പിന്നെ മോളെ, ഇതുവരെ ആയിട്ടും നവീനോട് ഇഷ്ടമാണോ ഇഷ്ടമല്ലെന്നൊന്നും അവള് പറഞ്ഞിട്ടില്ല. നവീൻ മോന് നല്ല വിഷമമുണ്ട്. അത് പിന്നെ പെട്ടെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ആർക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അമ്മേ. അതുകൊണ്ടായിരിക്കും പറയാത്തെ. സാവകാശം അവള് പറഞ്ഞോളും. അവൾക്ക് കുറച്ച് സമയം കൊടുക്കണം. അമ്മ ഒന്നിനും ഇപ്പം നിർബന്ധിക്കണ്ടെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ ഒന്നിനും നിർബന്ധിക്കാൻ പോണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് ആദർശിന്റെ അടുത്ത് നിന്നിട്ട് നയന പറഞ്ഞു, ആദർശേട്ടാ നന്ദു വീട്ടിലെത്തിന്ന്, നവീനെ കൊണ്ടേ ആക്കിന്ന്. നവീനോ? അതെ, അവർ ഒരുമിച്ചായിരുന്നെന്നാ പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പം വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായി ആദർശിന്റെ മനസ്സിൽ. അതെങ്ങനെ ശരിയാവും? എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നവീനും അവരുടെ പക്ഷത്ത് നിൽക്കുന്നുണ്ടോ എന്നൊരു ചിന്തയൊക്കെ ആദർശിന്റെ മനസ്സിലുണ്ടായി. എന്താണെങ്കിലും അനിയുള്ള കാര്യം വീട്ടിൽ അറിയത്തില്ല ആദർശേട്ടാ. അത് തന്നെ ഭാഗ്യം. അനി ഉണ്ടെന്നെങ്ങാനും അറിയുമായിരുന്നെങ്കിൽ പിന്നെ അതോടുകൂടി തീർന്നേനം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അനി വീട്ടിലേക്ക് വരുക. അനി വീട്ടിലേക്ക് വരുമ്പോൾ ആദർശം നയനും കൂടെ അനിയെ കയ്യോടെ പിടികൂടി. ആദർശം വിളിച്ചോണ്ട് പോയിട്ട് ചോദിച്ചു, സത്യം പറയടാ, നീ ഇന്നലെ നന്ദുവിനോടൊപ്പം ആയിരുന്നല്ലോ? അത് പിന്നെ ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം വിഘ്നേഷും രാകേഷും എല്ലാവരും ഉണ്ടായിരുന്നു. എടാ, ഒരു കാര്യം ഞാൻ പറയാം. ഇങ്ങനത്തെ പോക്കൊക്കെ ശരിയാണോ? അത് കല്യാണത്തിന് മുമ്പ്. എൻ്റെ ആദർശേട്ടൻ എന്താ പറയണേ? അതിന് കല്യാണത്തിന് മുമ്പ് പോയെന്ന് ഓർത്തിട്ട് ഞാനും നന്ദും കൂടെ ഹണിമൂൺ ഇപ്പൊ ആഘോഷിക്കാൻ പോയതൊന്നും അല്ലോ, ഒറ്റയ്ക്കൊന്നും അല്ല പോയത്. ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. നയന പറഞ്ഞു, സത്യം പറ, നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നോ? അതോ ഇനിയിപ്പം ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവരൊപ്പം ഉണ്ടായിരുന്നു പറഞ്ഞാണോ? അവരെ കൊണ്ട് പറയിപ്പിച്ചാണോ എന്നറിയത്തില്ലോ. സംശയമുണ്ട്. ഒരു കാര്യം ചെയ്യാം, രാകേഷിനെ വിഘ്നേഷിനെ ഒക്കെ വിളിച്ചു ചോദിക്കുക. അല്ല, നവീൻ ആ കൂടെ പോയിട്ടുണ്ടായിരുന്നോ നന്ദുവിനെ കൊണ്ടുവിടാന്ന് ചോദിച്ചു. അത് പിന്നെ നവീൻ പോയി കാണും. അല്ല, നവീന് നന്ദുവിനെ കല്യാണം ആലോചിച്ച കാര്യം നീ അറിഞ്ഞോന്ന് ചോദിച്ചു. ഒരു നിമിഷം കഴിഞ്ഞിട്ട് അനി പറഞ്ഞു, ഞാനതറിഞ്ഞു. എന്നിട്ട് നിന്റെ അഭിപ്രായം എന്താ? ഞാനിപ്പോൾ എന്ത് പറയാനായിട്ടാ? അതിന് നന്ദു അല്ല അഭിപ്രായം പറയണ്ടേ? ഞാൻ അതിനകത്തൊന്നും പറയണില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണ്. അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. നയന പറഞ്ഞു, അനി നീ ഇങ്ങനെ പറയരുത്. കാരണം വീട്ടിലെല്ലാവരും നല്ല സന്തോഷത്തിലാണ്. നന്ദു നവീൻ തമ്മിലുള്ള വിവാഹം നടത്താനായിട്ട്. അതിൻ്റെ ഇടയ്ക്കിലേക്ക് നീ ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താവുന്ന നീ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ വീട്ടിൽ എന്താണെങ്കിലും അച്ഛനും അമ്മയൊന്നും ഈ ബന്ധത്തിന് സമ്മതിക്കില്ല. നയനടുത്തി, ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു പെണ്ണുണ്ടെങ്കിൽ അത് നന്ദു ആയിരിക്കുമെന്ന്. അതിനി ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നുമില്ല. അതും പറഞ്ഞിട്ട് അനി പെട്ടെന്ന് അങ്ങോട്ട് കയറിപ്പോയി. നയന പറഞ്ഞു, കണ്ടില്ലേ ആദർശേട്ടാ, അവനൊരു മാറ്റവും ഇല്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്താവുമെന്ന് എനിക്കറിയില്ല. ദൈവമേ, അച്ഛനാണ് അറ്റാക്കും വന്നിരിക്കുന്ന. നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക. ഇനിയിപ്പോൾ ഇത് ഓർത്ത് നിന്റെ തല പോയിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു മുറി വന്നു കഴിഞ്ഞപ്പം. അനി നന്ദുവിനെ വിളിക്കുകയാണ്. എന്തായി കാര്യങ്ങൾ? പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. നവീനേട്ടൻ ഉള്ളതുകൊണ്ട് മാത്രമേ രക്ഷപ്പെട്ടെ. പക്ഷെ ഒരു കാര്യം ഉണ്ടാനി, നവീനേട്ടൻ കുരുക്ക് എനിക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ നീ എന്ത് ചെയ്യാൻ പോവാ?
കല്യാണത്തിന് സമ്മതിക്കാൻ പോകണോ? ഓ, എടാ മരമണ്ട, അങ്ങനെ സമ്മതിക്കുമെന്ന് ഞാൻ പറഞ്ഞോ? നവീൻ എന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ? നീ ആദ്യമേ തന്നെ അത് പറയുമായിരുന്നെങ്കിൽ ഞാൻ ഇത്ര കിടന്ന് വിഷമിക്കേണ്ട കാര്യമില്ലായിരുന്നു. നിന്നോട് എന്നെ ഇഷ്ടമാണെന്ന് നവീനേട്ടൻ പറഞ്ഞ സമയത്ത് നിനക്ക് പറയായിരുന്നല്ലോ നിന്റെ മനസ്സിൽ ഞാനാന്നുള്ള കാര്യം. എന്നിട്ട് നീ അതെല്ലാം കൂടെ മൂടി വെച്ചു. എനിക്കിപ്പോ പാരയായിട്ട് വന്നിരിക്കുക. എടി, നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക, നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. കുറച്ച് കഴിഞ്ഞപ്പോൾ നവീൻ വീട്ടിലേക്ക് ചെല്ലുക. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, മോനെ ഇങ്ങോട്ട് വാ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. എന്താ മുത്തശ്ശ, നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അല്ല, നിന്റെ മനസ്സിലുള്ള പെൺകുട്ടിയെക്കുറിച്ച് നീ കഴിഞ്ഞ ദിവസം തൊട്ട് പറയാനായിട്ട് ഒരുങ്ങുന്ന, പക്ഷെ എങ്കിൽ ആരാ എന്താന്നും പറഞ്ഞില്ല. ഇനിയിപ്പം നിന്റെ അച്ഛൻ വന്നു കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനും പറ്റില്ല. നിന്റെ അമ്മയാണെങ്കിലോ സ്വഭാവം അറിയാലോ. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അതൊന്നും സാരമില്ല മുത്തശ്ശ, ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, കുറച്ച് നാളും കൂടെ. കല്യാണം അല്ലേ, അതെപ്പം വെള്ളം നടത്താലോ. എടാ മോനെ, നിനക്ക് പ്രായം കൂടി വരിക. നിന്നോടൊപ്പം ഉള്ള പിള്ളേരുടെ എല്ലാം കല്യാണം കഴിഞ്ഞു, കുട്ടികളുമായി. അതൊക്കെ നടക്കും. ഞാനിങ്ങനെ ഇച്ചിരി അങ്ങ് നടന്നോട്ടെ. എന്താണെങ്കിലും ഇപ്പൊ കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അമ്മയ്ക്ക് എന്താണെങ്കിലും അമ്മയുടെ ആഗ്രഹത്തിനൊരു പെൺകുട്ടിയെ കിട്ടണമല്ലോ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാനിപ്പോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അല്ല, അപ്പൊ നിന്റെ മനസ്സിലൊരു പെണ്ണുണ്ടെന്ന് പറഞ്ഞോ? അല്ല, അമ്മയ്ക്ക് അതിന് സമ്മതമല്ലല്ലോ. പിന്നെ ഞാനായിട്ട് വാശി പിടിക്കാനൊന്നും പോകുന്നില്ല. എന്തിനാ ഞാൻ വെറുതെ വാശി പിടിക്കണേ? വാശി പിടിച്ച് ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാലും അമ്മയ്ക്ക് അതിന് താല്പര്യം കാണത്തില്ല. അമ്മ എതിർക്കത്തുള്ളൂ. പിന്നെ ഞാൻ റിസ്ക് എടുക്കാൻ ഒരുങ്ങുന്നില്ല എന്നും പറഞ്ഞ് നവീനും പോയി. നരസിംഹ വാക്കിന് ഭയങ്കര വിഷമമായിപ്പോയി. പാവം, അവൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം പത്മയുടെ മുന്നിൽ അവൻ എതിർത്ത് പറഞ്ഞാലും അവന്റെ മനസ്സിൽ സങ്കടമുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധം. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല നവീന് നന്ദുവും അനിയും തമ്മിൽ ഇഷ്ടത്തിലാന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ ബന്ധം വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പത്മയുടെ അടുത്ത് നിന്ന് നരസിംഹ വക്കീൽ പറഞ്ഞു, എടി, അവന്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെങ്കിലും, അതിനിപ്പം നന്ദു ആണെങ്കിലും ശരി, നീ അങ്ങോട്ട് സമ്മതിച്ചേരെ. നീ എന്തിനാ വാശി പിടിക്കുന്നേ? പാവം, അവന്റെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കണ്ടേ? നിന്റെ ഇഷ്ടത്തിന് കല്യാണം കഴിപ്പിച്ചിട്ട് അവസാനം അവന്റെ ജീവിതം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ നാളെ നിന്നെ അവൻ കുറ്റപ്പെടുത്തും. അത് കേട്ടപ്പം പത്മ പറഞ്ഞു, ഓഹോ, അപ്പൊ അച്ഛനും ഇപ്പൊ അവനോടൊപ്പം ചേർന്നിരിക്കുകയാണോ? ഞാനുള്ളത് പറയേണ്ട അങ്ങോട്ട് പറഞ്ഞു. എന്തായാലും അധികം വൈകാതെ നകുലം വരുമല്ലോ. അപ്പൊ അവന്റെ കല്യാണം നടത്തിയല്ലേ മതിയാവുള്ളൂ. ഇനിയിപ്പോൾ അവൻ വേറൊരു ബന്ധത്തിന് ഒരുക്കുമല്ലെങ്കിൽ എത്ര നാളെന്ന് വെച്ചാൽ എങ്ങനെ മുന്നോട്ട് പോകുന്നേ? എല്ലാം ആലോചിച്ചിട്ട് വേണം പത്മം. എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. അങ്ങനെ പത്മയ്ക്ക് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. പത്മ ആകെപ്പാടെ പെട്ടുപോയി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ട്. നവീന്റെ മനസ്സിലുള്ള പെൺകുട്ടി നന്ദുവാണ്. താൻ എങ്ങനെ ആ ബന്ധത്തിന് സമ്മതിക്കും? ഒന്നാമത്തെ കാര്യം, ആ കുടുംബത്തിലുള്ളവർ ആരെയും തനിക്ക് ഇഷ്ടമില്ല. പക്ഷേങ്കിൽ അവൻ അവളെ മാത്രം മതിയെന്ന് പറഞ്ഞാൽ താൻ പെട്ടുപോകത്തുള്ളൂ എന്നൊരു ചിന്ത പത്മയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഇതേ സമയത്ത് അവന്തിക അനിയെ കാണാനായിട്ട് മുറിയിലേക്ക് വരുവാണ്. എന്നിട്ട് ചോദിച്ചു, അല്ല, അനിയേട്ടൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു എന്ന് ചോദിച്ചു. ഇല്ലായിരുന്നു, എന്തായിരുന്നു? അല്ല, അനിയേട്ടൻ എവിടെ പോയതായിരുന്നു? അത് ഞാനും കുറച്ച് ഫ്രണ്ട്സിനോടൊപ്പം ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോയതായിരുന്നു പറഞ്ഞു. ചുറ്റിക്കറങ്ങാൻ എവിടെ? അതിപ്പോ എല്ലാം നിന്നോട് പറയണമെന്നുണ്ടോ? ആൺകുട്ടികളാകുമ്പോൾ ചിലപ്പം ഫ്രണ്ട്സിനോടൊപ്പം ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോയെന്നിരിക്കും. അല്ല, അനിയേട്ടൻ തനിച്ചുണ്ടായിരുന്നല്ലോ, അതോ അവളുണ്ടായിരുന്നോ നന്ദു? ഓ, ഇപ്പൊ നിനക്ക് അതാണോ അറിയണ്ടേ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, അനിയേട്ടൻ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അനിയേട്ടൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം അവളും കാണുമല്ലോ. അത് കേട്ടത് അനി പറഞ്ഞു, ഉണ്ടായിരുന്നു, അവളും ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചാ പോയത്, എന്താ എന്ന് ചോദിച്ചു. അത് കേട്ടിങ്ങിപ്പോൾ അവന്തിയോട്ട് സഹിച്ചില്ല. ഓഹോ, അപ്പൊ രണ്ടുപേരും കൂടെ സൊള്ളി അടിക്കാൻ പോയതായിരുന്നു. പെട്ടെന്ന് അവന്തിക മോൻ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേനും അനി പറഞ്ഞു, അതെ, ഞാൻ നിന്നോട് ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്ന്. ഇനി ഇതും പറഞ്ഞുകൊണ്ട് ഇതും ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് എന്ന അനി അവസാനത്താക്കിയെന്ന് പറഞ്ഞു വിടുവാണ്. അവന്തേക്ക് സങ്കടവും ദേഷ്യവും സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ വെറുതെ വിടില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്ത് വന്നാലും ഒരു കാരണവശാലും നിങ്ങൾ തമ്മിലുള്ള ബന്ധം നടക്കാൻ പോകുന്നില്ല എന്നൊരു ചിന്ത അവന്തികയുടെ മനസ്സിലുണ്ടായി. എങ്ങനെയെങ്കിലും ഇതൊന്ന് കൊളാക്കണം, തനിക്ക് കിട്ടിയില്ലേലും വേണ്ടില്ല, മറ്റൊരാൾക്ക് കിട്ടില്ലെന്നൊരു ചിന്തയായിരുന്നു അവന്തികയുടെ മനസ്സിൽ. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.